നമസ്കാരം. പ്രധാന വാർത്തകൾ. തമിഴ് ചലച്ചിത്ര ലോകത്തെ വിപ്ലവകരമായ മാറ്റങ്ങളിലേക്ക് നയിച്ച ഇതിഹാസ സംവിധായകൻ പി ഭാരതി രാജ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ചെന്നൈയിലെ വസതിയിൽ വെച്ചാണ് അന്തരിച്ചത്. 85 വയസ്സായിരുന്നു. സിനിമയെ സ്റ്റുഡിയോ സെറ്റുകളിൽ നിന്നും ഗ്രാമീണതയുടെ യഥാർത്ഥ ഭംഗിയിലേക്കും പച്ചയായ മനുഷ്യരിലേക്കും കൂട്ടിക്കൊണ്ടുപോയ ദീർഘദർശിയായ കലാകാരനായിരുന്നു അദ്ദേഹം. 6 തവണ ദേശീയ പുരസ്കാരവും 2004 രാജ്യത്തിന്റെ പത്മശ്രീ ബഹുമതിയും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. സംവിധായകൻ എന്നതിനു പുറമെ മികച്ച തിരക്കഥാകൃത്തായും നിർമ്മാതാവായും നടനായും അദ്ദേഹം സിനിമാ പ്രേമികളുടെ മനസ്സിലിടം നേടിയിട്ടുണ്ട്. തമിഴ് സിനിമയ്ക്ക് മാത്രമല്ല, ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന് തന്നെ നികത്താനാകാത്ത വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാട്. ഓടിക്കൊണ്ടിരിക്കുന്ന പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് ഓട്ടോറിക്ഷ തകർന്നു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പോർക്കുളം പഞ്ചായത്തിലെ പൊന്നം കള്ളുഷാപ്പിന് സമീപം ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. പൊന്നം സെന്ററിൽ കട നടത്തുന്ന ഉപ്പുങ്ങൽ ഗണേശൻ പച്ചക്കറി എടുക്കുന്നതിനായി കുന്നംകുളത്തേക്ക് പോകുന്നതിനിടെയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് പതിച്ചത്. ഓട്ടോറിക്ഷയ്ക്ക് സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ഡ്രൈവർ ഗണേശൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ സിന്ധു ബാലൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തെങ്ങ് മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അപകട ഭീഷണിയായി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകുമെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC, +2, VHSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെക്കായുള്ള അനുമോദനം 2026 സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കുന്നംകുളം നിയോജകമണ്ഡലം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ PI റസിയ ഫലപ്രഖ്യാപന അവലോകനം നടത്തി. തൃശൂർ ജില്ലയിലെ സർക്കാർ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ 100% വിജയത്തിളക്കം നേടിയവരെയും ദേശീയതല കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച കായിക പ്രതിഭകളെയും അഭിനന്ദിച്ചു. പ്രധാന അധ്യാപിക PT ലില്ലിയെ സ്കൂൾ OSAയ്ക്ക് വേണ്ടി MLA AC മൊയ്തീൻ ഉപഹാരം നൽകി ആദരിച്ചു. കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ ജോൺ, മിനി മോൻസി, T സോമശേഖരൻ, മിഷ സെബാസ്റ്റ്യൻ, ആർഷ ജിജു, ഹൈസ്കൂൾ പ്രധാന അധ്യാപിക PT ലില്ലി, VHSC പ്രിൻസിപ്പാൾ A വിജയലക്ഷ്മി, SMC ചെയർമാൻ റെന്നി C വർഗീസ്, OSA സെക്രട്ടറി KA സോമൻ, PTA പ്രസിഡന്റ് P വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ P ദിലീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ ഫൈസൽ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ P യതീന്ദ്രദാസ്, ലിഷ മത്രംകോട്ട്, KH സലാം, സുബൂറ, KP രഞ്ജിത് കുമാർ, താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് PP റിഷ്മ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് പോലീസ്, കോസ്റ്റൽ പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, സ്കൂൾ അധ്യാപകർ, ICDS സൂപ്പർവൈസർമാർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ നഗരസഭയെ ലഹരിമുക്തമാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ലോകകപ്പ് ഓർമ്മകൾ പങ്കുവച്ച് കേരള ഫുട്ബോൾ പോലീസ് ടീം അംഗം ശ്രീരാഗ് അമ്പാടി. ലോക ഫുട്ബോളിന്റെ മഹാമാമാങ്കമായ ഫിഫ ലോകകപ്പ് ജൂൺ 12-ന് അമേരിക്ക ന്യൂജേഴ്സിയിൽ തുടക്കമാകാനിരിക്കെ കിരീടം ഇത്തവണ ബ്രസീലിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷയെന്ന് കേരള പോലീസ് ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനും ചാലിശ്ശേരി GCC അക്കാദമിയുടെ ടെക്നിക്കൽ ഡയറക്ടറുമായ ശ്രീരാഗ് അമ്പാടി CCTVയോട് പറഞ്ഞു. വേൾഡ് കപ്പ് കേരളത്തിൽ എന്നും കേരളത്തിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആൾക്കാരായാലും ഫുട്ബോൾ പ്ലേയേഴ്സ് ആയാലും എന്നും വേൾഡ് കപ്പിൻ്റെ സമയം വളരെയധികം ആവേശം നൽകുന്നതാണ്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഭാഗത്തും ഫ്ലെക്സ് ആയാലും ആവേശമായാലും വേൾഡ് കപ്പിൻ്റെ ചർച്ചകളായാലും ടീമുകളുടെ തമ്മിലുള്ള ഫൈറ്റിംഗ് ആയാലും എല്ലാം വളരെയധികം നടക്കുന്ന ഒരു സ്ഥലമാണ് വേൾഡ് കപ്പ്. ഫുട്ബോളിനെ എന്നും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ്. 2002 ലോകകപ്പാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ലോകകപ്പ് ഓർമ്മയെന്ന് ശ്രീരാഗ് പറയുന്നു. വേൾഡ് കപ്പ് ഓർമ്മയിൽ വരുന്നത് എനിക്ക് 2002 വേൾഡ് കപ്പാണ്. ബ്രസീൽ ചാമ്പ്യൻസ് ആയത്, ജർമ്മനിനെ തോൽപ്പിച്ചിട്ട് ബ്രസീൽ ചാമ്പ്യൻസ് ആയ ഒരു വേൾഡ് കപ്പാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. ആദ്യത്തെ വേൾഡ് കപ്പ് എന്നുള്ള ഒരു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വേൾഡ് കപ്പും ബ്രസീൽ അല്ലെങ്കിൽ ഫുട്ബോളിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയ ഒരു വേൾഡ് കപ്പ് കൂടിയാണ് അത് എല്ലാവരും കൂടി ഇരുന്ന് കണ്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു ഫുട്ബോളിൻ്റെ ഒരു ആവേശം ഉൾക്കൊണ്ടിട്ടാവും ചിലപ്പോൾ ഞാൻ കളി തുടങ്ങിയതും. ബ്രസീൽ ജർമ്മനിയെ തോൽപ്പിച്ച് കിരീടം നേടിയ ആ ഫൈനൽ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ബ്രസീലിന്റെ മനോഹരമായ സാമ്പ ഫുട്ബോളും കളിയിലെ ആവേശവുമാണ് തന്നെ ആ ടീമിന്റെ ആരാധകനാക്കിയതെന്നും ശ്രീരാഗ് പറയുന്നു.
ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. റൊണാൾഡോയുടെ അച്ചടക്കം, കഠിനാധ്വാനം, ഫിറ്റ്നസ്, പരിശീലനത്തിലെ ആത്മസമർപ്പണം എന്നിവ യുവതാരങ്ങൾക്ക് മാതൃകയാണ്. വരാനിരിക്കുന്ന ലോകകപ്പ് ഫൈനലിൽ ബ്രസീൽ കിരീടം നേടുമെന്നാണ് തന്റെ വിശ്വാസമെന്ന് ശ്രീരാഗ് ആത്മവിശ്വാസത്തോടെ പറയുന്നു. ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയെക്കുറിച്ചും ശ്രീരാഗ് വ്യക്തമായ കാഴ്ചപ്പാട് പങ്കുവച്ചു. ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് ശാസ്ത്രീയവും പ്രൊഫഷണലുമായ പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണ്. 5 വയസ്സ് മുതൽ ഫുട്ബോളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനും 15 വയസ്സാകുമ്പോഴേക്കും ഉയർന്ന തലത്തിൽ മത്സരിക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ വാർത്തെടുക്കാനുമുള്ള സംവിധാനമാണ് രാജ്യത്തിന് വേണ്ടതെന്നും ശ്രീരാഗ് അഭിപ്രായപ്പെട്ടു. GCC ഫുട്ബോൾ അക്കാദമി നമ്മൾ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ചാലിശ്ശേരി ഒരു ഇന്ത്യൻ പ്ലെയറെങ്കിലും വരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഞങ്ങൾ ആരംഭിച്ചതാണ് GCC ഫുട്ബോൾ അക്കാദമി. അതിന്റെ ടെക്നിക്കൽ ഡയറക്ടറാണ് ഞാൻ. ഇതിന്റെ അണ്ടറിൽ ഒരുപാട് കോച്ചസ് ഉണ്ട്, പ്ലേയേഴ്സ് ഉണ്ട്. നമ്മളെ നാട്ടുകാരെല്ലാവരുടെ സപ്പോർട്ടും കൂടിയിട്ടാണ് നമ്മൾ ഈ അക്കാദമി പോകുന്നത്. ചാലിശ്ശേരി ഹൈസ്കൂൾ മൈതാനത്ത് GCC ക്ലബിലൂടെ വളർന്ന ശ്രീരാഗ് അമ്പാടി 2013 ലീഗിൽ ചർച്ചിൽ ബ്രദേഴ്സിനായും 5 തവണ കേരളത്തിനായി സന്തോഷ് ട്രോഫിയിലും കളിച്ചിട്ടുണ്ട്. 2018 സന്തോഷ് ട്രോഫി ജേതാക്കളായ കേരള ടീമിലെ അംഗമായിരുന്ന അദ്ദേഹം 2021-24 വർഷങ്ങളിൽ കേരള പോലീസ് ടീമിന്റെ ക്യാപ്റ്റനായും ശ്രദ്ധേയമായ സേവനം അനുഷ്ഠിച്ചു. 2025 കേരള സൂപ്പർ ലീഗിൽ ഫോർസ കൊച്ചിക്ക് വേണ്ടിയും ബൂട്ടണിഞ്ഞു. എന്തായാലും ഫുട്ബോളിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മളെ GCC ക്ലബ് തന്നെയാണ്. അവര് ഒരുപാട് ടൂർണമെന്റുകൾ കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമുക്ക് കളിക്കാനുള്ള ഒരു ഭാഗ്യം തന്നു, കളിക്കാനുള്ള ഒരു അവസരങ്ങൾ തന്നതുകൊണ്ടാണ് നമ്മൾ ഫുട്ബോളിൽ വരാൻ പറ്റിയത്. നിലവിൽ GCC അക്കാദമിയുടെ ടെക്നിക്കൽ ഡയറക്ടറായി യുവതാരങ്ങളുടെ വളർച്ചയ്ക്കായി പ്രവർത്തിച്ചു വരികയാണ്. ലോകകപ്പിനോടനുബന്ധിച്ച് GCC അക്കാദമിയിൽ വിവിധ രാജ്യങ്ങളുടെ പേരിൽ കുട്ടികൾക്കായി സൗഹൃദ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനൊരു എഴുന്നേൽപ്പ് വേണമെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് എന്തായാലും നല്ല നല്ല അക്കാദമികൾ വരണം, നല്ല നല്ല റെസിഡൻഷ്യൽ അക്കാദമികൾ വരണം. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി അക്കാദമികൾ ഉണ്ടെങ്കിലും ഒന്നും കൂടി പ്രൊഫഷണലിസം കൊണ്ടുവരാൻ ഡിവൈഎഫ്ഐ കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് സമ്മേളനം തുടങ്ങി. കല്ലുംപുറം വിദ്യാ ഹാളിൽ സജ്ജമാക്കിയ ബാബു എം പാലുശ്ശേരി നഗറിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഹസൻ കല്ലുംപുറം പതാക ഉയർത്തി. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ് പുഷ്പചക്രം സമർപ്പിച്ചു. പ്രതിനിധി സമ്മേളനം റോസൽ രാജ് ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് സെക്രട്ടറി നിധിൻ വിജയൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. കുറുക്കൻപാറയിൽ കിണറ്റിൽ വീണ പോത്തിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ചൈതന്യ സ്കൂളിന് സമീപം ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് പോത്ത് കിണറ്റിൽ വീണത്. കുറുക്കൻപാറ സ്വദേശിയായ പോളിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പോത്ത്. രാത്രി പറമ്പിൽ കെട്ടിയിരുന്ന പോത്ത് കാൽവഴുതി ഉപയോഗശൂന്യമായി കിണറിലേക്ക് വീഴുകയായിരുന്നു. പുറത്തെത്തിക്കാൻ നാട്ടുകാർ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേനാ സംഘം നാട്ടുകാരുടെ സഹായത്തോടെ ലാഡറും റോപ്പും ഉപയോഗിച്ച് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പോത്തിനെ കിണറ്റിൽ നിന്ന് സുരക്ഷിതമായി പുറത്തെടുത്തത്. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി മാർഗനിർദ്ദേശ പരിപാടി സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ H. അക്ബർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KH സലാം അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാറിന്റെ നേതൃത്വത്തിൽ എലിപ്പനി പ്രതിരോധത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും തുടർ നടപടികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. യതീന്ദ്രദാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ മത്രംകോട്ട്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൂറ, വിദ്യാഭ്യാസ കലാകായികകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP രഞ്ജിത് കുമാർ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ B. ദിലീപ് എന്നിവർ സംസാരിച്ചു. നഗരസഭയിലെ വിവിധ വാർഡുകളിലെ ജനപ്രതിനിധികൾ, നഗരസഭാ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ, തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും എലിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖല ലോക പരിസ്ഥിതി ദിന വാരാഘോഷവും ഫോട്ടോ പ്രദർശനവും കുന്നംകുളം വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. AKPA കുന്നംകുളം മേഖലാ പ്രസിഡന്റ് ഇബ്രാഹിം പഴവൂരിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും മേഖലാ ഇൻചാർജുമായ ലിജോ ജോസഫ് വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും റിട്ടയേർഡ് അധ്യാപകനുമായ റിജി മാസ്റ്റർ പരിസ്ഥിതിയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് AKPA അംഗങ്ങൾ എടുത്ത ചിത്രങ്ങളുടെ ഫോട്ടോ പ്രദർശനത്തിന്റെ
ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് താഴത്തിൽ നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷംന റാഫി, സ്കൂൾ പ്രിൻസിപ്പൽ ജൻസി KS, മേഖലാ സെക്രട്ടറി NM നൌഷാദ് എന്നിവർ സംസാരിച്ചു. മേഖലാ ഭാരവാഹികളും 4 യൂണിറ്റുകളിൽ നിന്നുള്ള ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു. കരിവന്നൂർ ബാങ്ക് കൊള്ളയിൽ വിചാരണ നേരിടുന്ന കുന്നംകുളം MLA AC മൊയ്തീനും ആലത്തൂർ MP K രാധാകൃഷ്ണനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ പോർക്കുളം മണ്ഡലം കമ്മിറ്റി അക്കിക്കാവ് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി. ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് CB രാജീവ്, പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, പ്രൊഫസർ N രാധാകൃഷ്ണൻ, വാർഡ് മെമ്പർ P പ്രവീൺ കുമാർ, അബ്ബാസ് അക്കിക്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.